നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടീം ജേർണലിസ്റ്റിൻ്റെ ഈദ് മുബാറക്. ഈ പുണ്യദിനത്തിലും പറയാനുള്ളത് യുദ്ധത്തെക്കുറിച്ച് തന്നെയാണ് എന്നത് വല്ലാതെ വിഷമിപ്പിക്കുന്ന സംഗതിയാണ്. പക്ഷേ അതീവ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് ഇസ്രായേലും അമേരിക്കയും തുടങ്ങിവെച്ച ഈ യുദ്ധം പശ്ചിമേഷ്യയെ മുഴുവൻ എടുത്തെറിഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കുക തന്നെ വേണം. ഇന്നല്ലെങ്കിൽ നാളെ ഈ യുദ്ധത്തിൻ്റെ കെടുതികൾ അതിതീവ്രമായ നിലയിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു തുടങ്ങും. അന്നും നെതന്യാഹുവിന് ജയ് വിളിക്കുന്ന വിഡ്ഢിപ്പരീക്ഷകൾ ന്യായീകരണവുമായി ഇവിടെയൊക്കെ തന്നെ വരുമായിരിക്കും. മതവും വർഗീയതയുമല്ല, മനുഷ്യൻ്റെ അതിജീവനവും ഉപജീവനവുമാണ് പ്രധാനം. മനുഷ്യൻ്റെ സ്നേഹമാണ്, മതനിരപേക്ഷതയാണ്, മനുഷ്യർ പരസ്പരം സഹോദരങ്ങളായി നിലകൊള്ളുന്നതാണ് ഈ ലോകത്തിൻ്റെ പുരോഗതിക്കും നന്മയ്ക്കും അടിസ്ഥാനം എന്നുള്ള കാര്യം മറക്കുന്നവർ ഇത്തരം യുദ്ധങ്ങൾ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുകൂടി കൃത്യമായി ഓർക്കേണ്ടതുണ്ട്. ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ ഇസ്രായേലും അമേരിക്കയും പറഞ്ഞത് അധികം വൈകാതെ ഈ യുദ്ധത്തിൽ ഞങ്ങൾ വിജയിക്കുമെന്നാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അമേരിക്ക പറയുന്നു ഇറാൻ്റെ 90% സൈനിക ശേഷിയും മിസൈൽ കേന്ദ്രങ്ങളും ലോഞ്ച് പാഡുകളും ഞങ്ങൾ തകർത്തു. ഇനി ഒരിക്കലും ഇറാന് യുദ്ധം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പതിയെ യുദ്ധം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഉടൻ തന്നെ ഇറാനിലൊരു ഭരണമാറ്റമുണ്ടാകും. അവിടെ ഇനി ഭരിക്കാൻ പോകുന്നത് ഞാൻ പറയുന്നയാളായിരിക്കുമെന്നൊക്കെയാണ് ട്രംപ് വെച്ച് കാച്ചിയത്. അത് പറഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ വന്ന വാർത്ത ഏതാണ്ട് 300ഓളം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ വന്ന മറ്റൊരു വാർത്ത മുജ്തബ ഖാംനെയി ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവായി അധികാരത്തിലെത്തിയെന്നായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ സംഭവിച്ചത് 100 കണക്കിന് മിസൈലുകൾ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളായ ഹൈഫയിലേക്കും ടെലവീവിലേക്കും ജെറുസലേമിലേക്കും എത്തിയെന്നും നിരവധി മിസൈലുകൾ ലക്ഷ്യം കണ്ടു അഥവാ ഇസ്രായേൽ നഗരങ്ങളെ തകർത്തെറിഞ്ഞു എന്നുമായിരുന്നു. അതിനുശേഷം നമ്മൾ കണ്ട വാർത്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണാനില്ല, പേടിച്ചോടിയതാണോ കൊല്ലപ്പെട്ടതാണോ എന്നുള്ളതായിരുന്നു. അങ്ങനെ പല അവകാശവാദങ്ങളും അമേരിക്കയും ഇസ്രായേലും ഈ 20 ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനിടയിൽ പലതവണ നടത്തി. പക്ഷേ അധികം വൈകാതെ ഈ അവകാശവാദങ്ങളൊക്കെ നുണയാണെന്നോ പൊള്ളയാണെന്നോ തെളിയിക്കുന്ന വിധത്തിൽ ഇറാൻ അതിശക്തമായ ആക്രമണങ്ങളുമായി കളത്തിലിറങ്ങി. ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പോലും പേടിച്ച് ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണ് എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന തരത്തിൽ നെതന്യാഹു പലപ്പോഴും പല വേദികളിലും പ്രത്യക്ഷപ്പെടാതെയായി. വധിക്കപ്പെട്ടു എന്ന വാദം ആദ്യഘട്ടത്തിൽ ശക്തമായിരുന്നുവെങ്കിലും അത് പേടിച്ച് ഒളിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായ മിസ്സിംഗ് ആണ് എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഉയരുന്ന വിലയിരുത്തലുകൾ. എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെടൽ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മതിയായി, ഞങ്ങൾ യുദ്ധം നിർത്താൻ പോവുകയാണ് എന്ന ഒരവസ്ഥയെ വളരെ ആലങ്കാരികമായി ഞങ്ങൾ ഇറാനെ തീർത്തു, ഞങ്ങൾ യുദ്ധം ലക്ഷ്യം നേടി, ഇനി ഞങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന പറച്ചിലായിട്ടാണ്. അതായത് അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നു, ഇസ്രായേൽ നഗരങ്ങളിൽ നിന്ന് കത്തുന്നു, ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ജീവൻ പോലും അപകടത്തിലാകുന്നു എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. അതിനപ്പുറം ഇസ്രായേലിനും അമേരിക്കയ്ക്കുമൊക്കെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ എണ്ണപ്പാടങ്ങളിലേക്കും വാതക ടാങ്കറുകളിലേക്കും വാതക പ്ലാന്റുകളിലേക്കും വാതക സംഭരണികളിലേക്കുമൊക്കെ വലിയ തോതിൽ ആക്രമണങ്ങൾ മാറുകയാണ്. അതുപോലെ തന്നെ ആമസോണും ഗൂഗിളും ഒക്കെ ഉൾപ്പെടുന്ന ടെക് കമ്പനികൾക്ക് നേരെ തങ്ങൾ ആക്രമണം ആരംഭിക്കുമെന്ന് ഇറാൻ പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും ഈ വിധത്തിൽ മുന്നോട്ട് പോയാൽ അത് ഇസ്രായേലിനെയും അമേരിക്കയെയും ലോകത്തെ മുഴുവനും ബാധിക്കുന്ന വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് എത്തുമെന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഇസ്രായേലിനെതിരെ കടുത്ത ഭാഷയിൽ രംഗത്ത് വന്നിരുന്നു. അതായത് ഇറാൻ്റെ ഏറ്റവും വലിയ വാതക പ്ലാന്റിന് നേരെ നടത്തിയ ആക്രമണം അല്ലെങ്കിൽ വാതക സംഭരണശാലയിലേക്ക് നടത്തിയ ആക്രമണം ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല, ഇനി മേലിൽ ഈ ഇറാൻ്റെ എണ്ണ കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ റിഫൈനറികളിലേക്കോ ഇത്തരം സംഭരണ കേന്ദ്രങ്ങളിലേക്കോ ആക്രമണം നടത്തരുത് എന്ന് ശക്തമായ ഭാഷയിൽ ട്രംപ് പറഞ്ഞത് അതിൻ്റെ ഉദാഹരണമാണ്. കാരണം ഇസ്രായേൽ എങ്ങനെയെങ്കിലും ഇറാനെ പരിപൂർണമായി നശിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നു. പക്ഷേ അവർക്ക് ആ ലക്ഷ്യം നേടാൻ കഴിയാതെ വരുന്നു. അതിൻ്റെ നാണക്കേട് മറയ്ക്കാൻ, ജാള്യത മറയ്ക്കാൻ ഇറാനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ഒരൊറ്റ വാശിയിൽ ഊന്നിക്കൊണ്ട് തോന്നിയിടത്തേക്കൊക്കെ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇറാനെ വല്ലാതെ പ്രകോപിപ്പിച്ചു.
ഇറാൻ എന്ത് ചെയ്തു? ഗൾഫ് മേഖലയിലെ ഓയിൽ റിഫൈനറികളിലേക്കും എണ്ണ ടാങ്കുകളിലേക്കും വാതക കേന്ദ്രങ്ങളിലേക്കും ഒക്കെ ആക്രമണം നടത്തി. ഇതിൻ്റെ അനന്തര ഫലമെന്ന് പറയുന്നത് പെട്ടെന്നൊന്നും നികത്താൻ കഴിയാത്ത വിധത്തിലുള്ള എണ്ണക്ഷാമവും വാതകക്ഷാമവും ഈ ലോകം മുഴുവൻ ഉണ്ടാകുമെന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായാൽ അതിന് ഉത്തരവാദികളായി മുദ്രകുത്തപ്പെടുന്നത് ആരായിരിക്കും? ലോകരാജ്യങ്ങൾ പകയോടുകൂടി നോക്കുന്നത് ആരെയായിരിക്കും? ഒരു സംശയവും വേണ്ടത് ഇസ്രായേലിനെയും അമേരിക്കയായിരിക്കും. കാരണം അവരാണ് ഈ യുദ്ധം തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായി ഇറാനെ പ്രകോപിപ്പിച്ച് ഇറാൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ തകർത്ത് ഇറാനെ കൊണ്ട് കാലുപിടിപ്പിക്കാമെന്നുള്ള ഇസ്രായേലിൻ്റെ വ്യാമോഹവും തകർന്നു തരിപ്പണമായിരിക്കുകയാണ്. കാരണം അത്തരമൊരു നീക്കം നടത്തിയതിന് പിന്നാലെ ഗൾഫ് മേഖലയിലെ ഓയിൽ റിഫൈനറികളും സംഭരണശാലകളും വാതക പ്ലാന്റുകളും ഒക്കെ നിന്ന് കത്തുകയാണ്. സ്വാഭാവികമായി അറബ് രാജ്യങ്ങൾക്ക് വലിയ ദേഷ്യമുണ്ടാകും. അവർ ഇറാനെതിരെ യുദ്ധത്തിന് പോകുമെന്നാണ് ആദ്യഘട്ടത്തിൽ വാർത്തകൾ വന്നത്. മറുനാടൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ ഇന്നലെ ഒരു വ്യാജ നുണപ്രചാരണം നടത്തി ഖത്തറും സൗദിയും ചേർന്ന് ഇറാനെ ആക്രമിക്കാൻ പോവുകയാണെന്ന്. മിഡിൽ ഈസ്റ്റിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ആർക്കും മനസ്സിലാകും അങ്ങനെ ഒരു യുദ്ധം എന്തായാലും ഉണ്ടാകാൻ സാധ്യതയില്ല. വാക്പയറ്റുകൾ ഉണ്ടാകും. ഇറാനെ ഭീഷണിപ്പെടുത്തുകയോ ഇറാനുമായി ചർച്ച നടത്തുകയോ ഇറാൻ്റെ നയതന്ത്ര പ്രതിനിധികളെ ശകാരിക്കുകയോ ഒക്കെ ഉണ്ടാകാം. ഖത്തറിൽ നിന്ന് ഇറാൻ്റെ നയതന്ത്ര ഉദ്യോഗസ്ഥനെ ഇന്നലെ പുറത്താക്കിയിരുന്നു. അങ്ങനെയുള്ള നടപടികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരിക്കലും ഇറാനുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യാൻ സൗദിയോ അല്ലെങ്കിൽ ഖത്തറോ ഈ ഘട്ടത്തിൽ ഇറങ്ങുമെന്ന് കരുതാൻ വയ്യ. പക്ഷേ അവരെ സംബന്ധിച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കണം. അതായത് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള റിട്ടാലിയേഷൻ അവസാനിപ്പിക്കണം, ആക്രമണം അവസാനിപ്പിക്കണം. അതിനുള്ള ഏക പോംവഴി എന്ന് പറഞ്ഞാൽ ഇറാനെ ആക്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് അമേരിക്കയെ കൊണ്ടുചെന്നെത്തിക്കുന്നതിൽ ഏറെക്കുറെ അറബ് രാജ്യങ്ങൾ വിജയിച്ചു എന്നതിൻ്റെ അടയാളമായിട്ടാണ് ഇന്നലെ ട്രംപ് നടത്തിയ നിർണായകമായ പ്രസ്താവന പുറത്തു വന്നത്. അതായത് ഇനി ഇറാന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തരുത്. അതായത് ഇറാൻ്റെ എണ്ണപ്പാടങ്ങളോ വാതക പ്ലാന്റുകളോ എണ്ണ സംഭരണശാലകളോ റിഫൈനറികളോ ഒന്നും ആക്രമിക്കരുത്. അങ്ങനെ ആക്രമിക്കുന്നത് ഞങ്ങൾ അറിവോടുകൂടിയല്ല, ഞങ്ങളതിനെ പിന്തുണയ്ക്കില്ല എന്ന് ട്രംപ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു. ഇസ്രായേലിനെ കൊണ്ട് വലിയ തലവേദനയാണ് ട്രംപിനിപ്പോൾ ഉണ്ടാകുന്നത്. ഇസ്രായേലിനെ നമുക്കറിയാം ഒരു ബോധവുമില്ലാതെ, അതായത് ലോകം മുഴുവൻ ഒന്നാം നമ്പർ ശക്തിയാണ് എന്നൊക്കെയാണ് യുവമാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷെ പേടിത്തൊണ്ടന്മാർ, ഭീരുക്കളാണ് ഇസ്രായേൽ എന്ന് പറയേണ്ടി വരും. കാരണം ഒരു ആയുധവും കയ്യിലില്ലാത്ത ഗസയിലെ സാധാരണ ജനങ്ങൾക്ക് നേരെ ബോംബിട്ട് അവരെ നിഷ്കരുണം കൊന്നിട്ട് അതെന്തോ വീര ഇതിഹാസമായിട്ട് പറയുന്ന പേടിത്തൊണ്ടന്മാരാണ് ഈ നെതന്യാഹു അടക്കമുള്ള ടീമുകൾ. പക്ഷേ ഇറാനോട് യുദ്ധം ചെയ്തപ്പോൾ പണിവാളി. അതാണ് നെതന്യാഹു വന്നിട്ട് ഇപ്പോൾ പറയുകയാണ്, ഇറാൻ്റെ ആയുധശേഷിയൊക്കെ തകർത്തു, ഇറാൻ ഇനി ആണവ കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല, ഇറാൻ ഇനി ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ഇനി അധിക നാൾ ഞങ്ങൾ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഈ പറച്ചിൽ കഴിഞ്ഞ ജൂണിൽ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ജൂണിൽ ഇറാനിലേക്ക് കുറച്ച് ബോംബുകൾ ഇട്ടിട്ട് ഇസ്രായേലും അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകളടക്കം ഉപയോഗിച്ചിട്ട് പറഞ്ഞത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ തകർത്തു, ഇറാൻ്റെ ആയുധശേഷി മുഴുവൻ ഇല്ലാതായി, ഇനി ഇറാൻ തലപൊക്കില്ല എന്ന്. അതിനുശേഷമാണ് ഇറാൻ അവരുടെ ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കി തുടങ്ങിയത്. ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ മിസൈൽ സിറ്റികളിൽ സൂക്ഷിക്കാനും മിസൈൽ സിറ്റികളിലൂടെ അത് വ്യാപനം ചെയ്യാനുമൊക്കെ അവർ തയ്യാറായത് ആ ജൂണിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ വീരവാദത്തിൻ്റെ പുറത്താണ്. ഏത്? ഇറാനെ തകർത്തു, ഇല്ലാതാക്കിയെന്ന്. അല്ലെങ്കിൽ തന്നെ ഈ യുദ്ധമുഖത്ത് നമ്മൾ നോക്കുക, ഈ പുതിയ യുദ്ധം തുടങ്ങിയതിന് ശേഷം എത്ര തവണ അമേരിക്കയും ഇസ്രായേലും പറഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ സൈനിക ശേഷി തകർത്തു, ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി തകർത്തു, ഇറാൻ്റെ ആണവ കേന്ദ്രം തകർത്തു, ഇറാൻ ഇനി അനങ്ങാൻ കഴിയില്ല, ഇറാൻ്റെ ഭരണാധികാരികളെ എല്ലാം വധിച്ചു, ഇനി അവർക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെയും ഇറാൻ ശക്തമായ നിലയിൽ ആക്രമണങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു, ഞങ്ങൾ യുദ്ധത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്കൊരു തരത്തിലും ഇനി ഇറാനെ ഭയക്കേണ്ടതില്ല, ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഭീഷണികളൊക്കെ അതിജീവിക്കാനുള്ള എല്ലാ പണിയും ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണ് നെതന്യാഹു പറയുന്നത്. പക്ഷേ അതേസമയം അമേരിക്ക അങ്ങനെയല്ല പറയുന്നത്. അമേരിക്കയുടെ ഏറ്റവും പുതിയ F-35 വിമാനം ഈ കഴിഞ്ഞ മണിക്കൂറിൽ നെതന്യാഹുവിൻ്റെ അവകാശവാദത്തിന് പിന്നാലെ ഇറാൻ അടിച്ചിട്ടു, വെടിവെച്ചിട്ടു. അതിനുശേഷം അമേരിക്കയുടെ ഒരു നിർണായകമായ കണക്ക് പുറത്തു വന്നു. 18 വിമാനങ്ങൾ, അവരുടെ ഏറ്റവും ശക്തമായ പ്രസ്റ്റീജിയസ് ആയ 18 യുദ്ധവിമാനങ്ങൾ ഇറാൻ തകർത്തു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ദശലക്ഷക്കണക്കിന് കോടി വിലയുള്ള വിമാനങ്ങളാണെന്ന് ഓർക്കണം. അതുപോലെ തന്നെ USS ഫോർഡ്, ജിറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടാണ് അമേരിക്ക അവിടെ. ആ കപ്പൽ ഇപ്പോൾ എവിടെ പോയി? ആ കപ്പൽ പതിയെ പിൻവലിച്ചു. കുറേ ആക്രമണങ്ങൾ അതിന് നേരെ നടന്നു എന്നാണ് അറിയുന്നത്. അത് നേരെ ഗ്രീസിലേക്ക് അറ്റകുറ്റപ്പണി നടത്താനെന്നും പറഞ്ഞ് കൊണ്ടുപോയിരിക്കുക.
അതുപോലെ തന്നെ അതിനിടയിൽ വേറെ USS ഹാരി ട്രൂമാൻ എന്ന മറ്റോ പേരുള്ള ഒരു കപ്പൽ കരയുദ്ധം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് 4 ദിവസം മുമ്പ് അമേരിക്ക കൊണ്ടുവന്നതാണ്. അതും ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. കാരണം ഹോർമുസ് കടലിടുക്കിൽ ശക്തമായ തിരിച്ചടിയാണ് കൊടുത്തിരിക്കുന്നത്. USS എബ്രഹാം ലിങ്കണെ കുറിച്ചൊരു അക്ഷരം മിണ്ടുന്നില്ല ആരും. ഇതൊക്കെ എവിടെ പോയി? അപ്പോൾ ഇറാൻ ഓരോ നിമിഷവും തകരുകയാണ്, ഇറാൻ ഇല്ലാതാവുകയാണ്, ഇറാനെതിരായ യുദ്ധത്തിൽ ഞങ്ങൾ ജയിച്ചു എന്നൊക്കെ ഇസ്രായേലും അമേരിക്ക അവകാശപ്പെടുമ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെ 10 മടങ്ങ് ശക്തിയിൽ തിരിച്ചടിക്കുന്ന ഇറാനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ വീണ്ടും നെതന്യാഹു വന്നിട്ട് ഞങ്ങൾ യുദ്ധം ജയിച്ചു, ഇനി അധിക ദിവസം യുദ്ധം നീളില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കം വലിയ സമ്മർദ്ദം അമേരിക്കയ്ക്ക് മേലുണ്ടായിട്ടുണ്ട്. ആ സമ്മർദ്ദം അതേ തീവ്രതയോടുകൂടി ഇസ്രായേലിന് മേൽ അമേരിക്ക ചൊരിഞ്ഞിട്ടുണ്ട്. ഇനിയും പോയി കഴിഞ്ഞ രാത്രിയിൽ 100 കണക്കിന് മിസൈലുകൾ ഉപയോഗിച്ചാണ് ടെലവീവിലേക്കും മറ്റും ആക്രമണങ്ങൾ നടന്നത്. ഇനിയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇസ്രായേലിന് വലിയ തിരിച്ചടികളും അതിഭീകരമായ നയതന്ത്ര പ്രശ്നങ്ങളും ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടാകുമെന്ന ബോധ്യം ഇസ്രായേലിന് വന്നു തുടങ്ങിയതിൻ്റെ അടയാളമായിട്ടാണ് ഇപ്പോഴുള്ള ഈ പിന്നോട്ട് പോക്കിന് ഞാൻ കാണുന്നത്. എന്തായാലും ഇസ്രായേൽ ജയിച്ചു അല്ലെങ്കിൽ അമേരിക്ക ജയിച്ചു എന്ന വാദത്തിന് ഒരു പ്രസക്തിയുമില്ല. കാരണം ഇറാനെ പൂർണ്ണമായി വരിഞ്ഞു കെട്ടാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇറാനെ പരിപൂർണമായി വരിഞ്ഞു കെട്ടുകയും അവിടെ ഒരു ഭരണമാറ്റം, അമേരിക്ക പറയുന്നത് പോലുള്ള ഒരു ഭരണമാറ്റവും ഉണ്ടായെങ്കിൽ മാത്രമേ ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് വെച്ച ഈ യുദ്ധത്തിൽ അവർ ജയിച്ചു എന്ന് പറയാൻ കഴിയൂ. അപ്പോൾ ജയിച്ചിട്ടില്ല. അപ്പോൾ ഇനി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ വലിയ പ്രതിസന്ധികളുണ്ടാകും, ലോകവ്യാപകമായി പ്രതിസന്ധികളുണ്ടാകും. ഇസ്രായേലിനെയും അമേരിക്കയും അത് ബാധിക്കും. ഇപ്പം തന്നെ എണ്ണവില $110 മുകളിലേക്ക് ബാരലിന് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ദുരിതങ്ങൾ അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം അവർ മാത്രമായിട്ട് രക്ഷപ്പെടുകയോ ആ രാജ്യങ്ങളിൽ മാത്രം ഒരു കുഴപ്പമില്ലാതിരിക്കുകയോ ചെയ്യില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വക പ്രശ്നങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഭയന്ന് വിറച്ച് എങ്ങനെയെങ്കിലും ഈ യുദ്ധം മടക്കിക്കൂട്ടാനുള്ള ശ്രമമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ ഒരു കാരണവശാലും ഇറാൻ പറയാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുതന്നെയാണ് ഇറാൻ ഇപ്പോഴും പറയുന്നത്. തങ്ങൾ പക തീർക്കുന്നത് വരെ, പ്രതികാരം തീർക്കുന്നത് വരെ, അല്ലെങ്കിൽ തങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകുന്നത് വരെ ഒരു കാരണവശാലും യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് ഇറാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും യുദ്ധം അവസാനിപ്പിക്കാനുള്ള നെതന്യാഹുവിൻ്റെ നീക്കങ്ങൾ വിജയം കാണാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ അപ്പോഴും ഞങ്ങൾ ജയിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് പത്തി മടക്കാനാണ് ഇസ്രായേലിൻ്റെ നീക്കമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് പുതിയ പ്രതികരണങ്ങൾ നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്.